ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കുന്നത് എന്നാണ്. വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 6 സ്പൂണ് ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അതായത് ഞാൻ 15 വെളുത്തുള്ളികൾ എടുത്ത് ചതച്ചതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിക്കകത്തിട്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ ഒറിഗാനോ. ഈ ഒറിഗാനോ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് 2 സ്പൂൺ ചേർക്കുന്നു. ഇതാണ് നമ്മുടെ പിസ്സ സോസിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒറിഗാനോ ആണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ബേസിലാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ചേർക്കാം, ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂടും. പക്ഷേ ഒറിഗാനോ ഓപ്ഷനിലല്ല, അത് നിർബന്ധമാണ്. എന്നാലേ അത് പിസ്സ സോസിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊരു ഇച്ചിരി കട്ടിക്കൂടുതലുള്ള, അതായത് സോസിൻ്റെ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പം മൊത്തം ഞാൻ 7 സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത്. ഈ ഇത്രയും സോസ് കൊണ്ടകത്ത്, ഇത്രയും പിസ്സ സോസ് കൊണ്ട് നമുക്ക് ഒരു 10 പിസ്സ ഉണ്ടാക്കാം, ബ്രെഡ് പിസ്സ. അപ്പം ഞാനിത് എളുപ്പത്തിൽ ചെയ്യേണ്ടതുകൊണ്ടാണ് ടൊമാറ്റോ സോസിനകത്ത് ഇത് ചെയ്ത് കാണിക്കുന്നത്. നമുക്കല്ലാതെ തന്നെ പിസ്സ സോസ് സെപ്പറേറ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പം അത് ഇച്ചിരി കൂടെ സമയം എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഈ പിസ്സ സോസ് ടൊമാറ്റോ സോസിനകത്ത് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിന് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ വെജിറ്റബിൾസ് വളരെ കുഞ്ഞായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്ന് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി, ഒരു സവാള, ഒരു ക്യാരറ്റ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് ശകലം ഉപ്പ് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പക്ഷെ ഇതാകുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പം എളുപ്പമുണ്ട് നമുക്കിത് പിസ്സ ഫില്ല് ചെയ്ത് വെക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കുക. നമ്മുടെ പിസ്സ സോസും തയ്യാറാക്കിയത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ആയാലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ബട്ടർ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ എല്ലാ ബ്രെഡിൻ്റെയും ഒരു സൈഡ്, 2 സൈഡും അല്ല, ഒരു സൈഡ് നമ്മളൊന്ന് മുരിച്ചെടുക്കുകയാണ്. ഒറ്റ സൈഡേ മുരിക്കാവൂ. ആ ഒരു സൈഡൊന്ന് വെച്ച് ഈ നെയ്യ് ആയാലും ബട്ടർ ആയാലും തേച്ചെടുത്തേക്ക് വെച്ച് ഒന്ന് മുരിച്ചെടുക്കുക. ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് ഞാൻ 2 ബ്രെഡ് എടുത്ത് വെച്ച്, ഞാൻ 2 ബ്രെഡ് വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ബ്രെഡ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മുരിച്ചെടുത്ത ഭാഗത്ത്, അത് മുരിച്ച് നമ്മളെടുത്ത ആ സൈഡിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ സ്പ്രെഡാക്കി തേച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും ചെല്ലത്തക്ക രീതിയിൽ നന്നായിട്ട് സോസ് തേച്ച് കൊടുക്കുക. സോസ് നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോ സ്പൂണോ 2 സ്പൂണോ, അത് നിങ്ങളുടെ താല്പര്യം അനുസരണം, നിങ്ങൾക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്നോ അതേ രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് അത് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാൻ 2 ബ്രെഡും ഫില്ലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതേപോലെ ബട്ടറോ നെയ്യോ, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, ബട്ടറോ നെയ്യോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തേച്ചിട്ട് നമ്മളുടെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊസറല്ല ചീസ് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട്
ചീസ് അത് ആ ബ്രെഡ് പിസയുടെ മുകളിൽ സ്പ്രെഡ് ആയിരിക്കണം. അതേപോലെ നന്നായിട്ട് എല്ലായിടത്തും ചെല്ലത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക, ഫില്ലാക്കി കൊടുക്കുക. നമ്മൾ ചീസ് നല്ലവണ്ണം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒന്ന് വിതറി കൊടുക്കാം. നമുക്ക് എരിയൊക്കെ കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളൊരു ചില്ലി ഫ്ലേക്സ് ഇച്ചിരി ഏറെ വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 30 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. നമ്മളിത് ഈ തവയ്ക്കകത്തിൽ ഇത് വെച്ച് ഇത് റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റെഡിയാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ സൈഡ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്യാൻ. നമ്മുടെ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ കുട്ടുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പീസ് ഇവിടെ സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായം പറയേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടതാണ് കമൻറ്റിലൂടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ബൈ.